അങ്ങനെ ചോദിക്കാമോന്നൊന്നും എനിക്കറിയില്ല. നിനക്ക് എന്നെ വേണ്ടേന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം കാശ് വരാൻ തുടങ്ങി. എങ്ങനെ വന്നെന്നൊന്നും എനിക്കറിയില്ല. ഓരോ അവസ്ഥകളുണ്ടാകും, അതിനനുസരിച്ച് കാശ് അങ്ങ് വന്ന് പെടുകയാണ് ചെയ്യണത്. അങ്ങനെ എൻ്റെ വീടും വസ്തുവും ഞാൻ വിൽക്കാനിട്ടു. അപ്പോഴൊന്നും വിൽക്കാൻ പറ്റൂല. കാരണം 1 കോടി രൂപയോളം വിലയുള്ള വസ്തുവിനെ വെറും 40 ലക്ഷം രൂപയ്ക്കും 25 ലക്ഷം രൂപയ്ക്കുമൊക്കെ എഴുതിയെടുക്കാനായിട്ട് ആൾക്കാരുണ്ടായി. കാരണം ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത വീടുകളിൽ പറ്റുന്ന ഒരവസ്ഥയാണിത്. കാരണം നമുക്ക് കാശിന് ആവശ്യമുണ്ടെന്ന് മറ്റുള്ളവരറിയുമ്പോൾ അവർ നമ്മളെ ചതിച്ചും വന്ദിച്ചും കാശെടുക്കാൻ നോക്കും. അവിടെയും ഞാൻ അമ്മയെ തന്നെ പറഞ്ഞു, അമ്മ വന്ന് എനിക്ക് നടത്തി തരണം. ഞാൻ നിയോഗം വയ്ക്കുന്നതിൽ ആരിൽ നിന്നും ചതിവും വഞ്ചനയും ഉണ്ടാവരുതെന്ന് ഞാൻ എഴുതി വെച്ചു. 2 പ്രാവശ്യം നിയോഗത്തിൽ ഞാൻ എഴുതിയിട്ടു. അതുപോലെ തന്നെ സംഭവിച്ചു. അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി അവരതിൽ നിന്നൊക്കെ അകറ്റി മാറ്റിയിട്ട് എൻ്റെ കാര്യങ്ങൾ നടത്താനായിട്ട് അമ്മ പറഞ്ഞയക്കുന്നത് പോലെ ആരെങ്കിലും വന്ന് അവർ നിന്ന് ഏറ്റെടുത്ത് ആ കാര്യം നടത്തും. അങ്ങനെ ഈ ഫെബ്രുവരി 3-ാം തീയതി എൻ്റെ വസ്തുവിന് എഗ്രിമെൻ്റ് എഴുതി 80 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കി തന്നു. അതിൻ്റെ എഗ്രിമെൻ്റ് 3-ാം തീയതിയാണ് എഴുതിയത്. 1 മാസത്തിനകത്ത് ബാക്കി ചെയ്തുകൊണ്ട് വസ്തു അവർ രജിസ്ട്രേഷൻ ചെയ്യാമെന്നുള്ള ഒരു എഗ്രിമെൻ്റ് എഴുതി. അതിലൂടെ 18 ലക്ഷം രൂപയിൽ ഒരു 10 ലക്ഷം രൂപയോളം കടം വീട്ടി.